ഇന്ന് അടുക്കളയിൽ എനിക്ക് പിടിപ്പത് പണിയായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലീവിന് വരുമ്പോൾ അടുക്കളകൾ ഏറ്റെടുക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇന്ന് കപ്പയും ബീഫ് റോസ്റ്റും ആക്കിയാലോ എന്നുള്ള പ്ലാനിൽ തുടങ്ങിയതാണ്. അതും അടുപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പഴയ ഓർമ്മകളിലെ രുചിയിലേക്കൊന്ന് പോകാൻ നോക്കിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഗ്യാസ് കിട്ടാനും ഇത്തിരി പാടല്ലേ. അപ്പോൾ പിന്നെ വിറകടുപ്പിലെ ആ പഴയ രുചി ഒന്നുകൂടെ ആസ്വദിക്കാം, അത് ഞാൻ തന്നെ ഉണ്ടായിക്കൊള്ളാം എന്ന് പറഞ്ഞിറങ്ങിയതാണ്. എല്ലാം പഴയതുപോലെ തന്നെ ചെയ്യാനാണ് കേട്ടോ ശ്രമിച്ചത്. കൊച്ചുള്ളിയൊക്കെ കൂടുതലിട്ട് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനാണ് പ്ലാൻ. അച്ചുവും നിലുവും എൻ്റെ കൂടെ ഉണ്ട്. കട്ടൊക്കെയാണ് എപ്പോഴും. മീറ്റ് മസാലയൊന്നും ചേർക്കാറില്ല കേട്ടോ, ചേർക്കുന്നുമില്ല. ഞാനിവിടെ പണ്ട് അമ്മയുടെ കൂടെ നിന്ന് അടുക്കളയിൽ നിന്ന് കണ്ടുപഠിച്ച് മസാലകളൊക്കെ അതുപോലെ അതേപടി ഇടാൻ ശ്രമിച്ചു നോക്കിയതാണ്. കൊള്ളാമെങ്കിൽ അവർ ലാസ്റ്റ് പറയട്ടെ എന്ന് കരുതി. അപ്പോൾ പണി തുടങ്ങി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഗ്യാസ് അടുപ്പിനെ പോലെ അത്ര എളുപ്പമല്ലല്ലോ വിറകടുപ്പ്. പക്ഷേ എങ്കിലും ഈ വിറക് കത്തുമ്പോഴുള്ള മണം എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട് കേട്ടോ. പണ്ട് അമ്മയുടെ കൂടെ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഇതേ മണമായിരുന്നു. ഇപ്പോൾ നിലു അവളുടെ അമ്മയുടെ ഒക്കത്തിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഈ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് ഓർമ്മ വരാറ്. ഞാനും അനിയനും ഇതുപോലെയായിരുന്നു. അമ്മയെ ചുറ്റിപ്പറ്റി അടുക്കളയിൽ അമ്മ ഇങ്ങനെ പാചകം ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു. അതൊരുപാട് ഇഷ്ടമായിരുന്നു. കഴിച്ചിട്ടെല്ലാവരും കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനിയും കാണണം.